വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ മർക്കോസിൻ്റെ വിവരണമനുസരിച്ച് ഉയർപ്പ് ഞായറാഴ്ച വൈകുന്നേരമാണ് യേശു 11 പേർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യക്ഷപ്പെട്ട് 2 കാര്യങ്ങളാണ് അവരെ അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് മുമ്പ് മനുഷ്യപുത്രൻ പാടുപീഡകൾ സഹിക്കണം, മരിക്കണം, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കണം, മഹത്വത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള സൂചന മർക്കോസിൻ്റെ സുവിശേഷം 8, 9, 10 അധ്യായങ്ങളിൽ ആവർത്തിച്ച് അവിടുന്ന് അനുസ്മരിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഉദ്ധിതനെക്കുറിച്ചുള്ള സാക്ഷ്യം മറിയം മഗ്ദലേന പാപിനിയിൽ നിന്നും പിശാചുക്കളെ പുറത്താക്കി പരിശുദ്ധയാക്കി ദൈവം മാറ്റിയ മറിയം മഗ്ദലേന കബറിങ്കിൽ പോയി യേശുവിനെ കാണുകയും ഉദ്ധിതനോട് സംസാരിക്കുകയും അവൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് തൻ്റെ ശിഷ്യന്മാരെ താൻ ഉയർത്തു എന്നുള്ള സദ്വാർത്ത അറിയിക്കുവാൻ കടന്നു വന്നിരിക്കുന്നത്. അതേപോലെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഉദ്ധിതനായ യേശു അപരിചിതനെ പോലെ അവരോട് സംസാരിക്കുകയും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അപരിചിതൻ ഉദ്ധിതനായ ക്രിസ്തുവാണെന്ന് അപ്പം മുറിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അവരെ മനസ്സിലാക്കി ആ ശിഷ്യന്മാരും വന്നു പറഞ്ഞിട്ടും അത് അംഗീകരിക്കുവാൻ മടി കാണിച്ചതായ ആളുകളെയാണ് അവിടുന്ന് കുറ്റപ്പെടുത്തുന്നത്. അവിടുന്ന് അവരുടെ വിശ്വാസരാഹിത്യത്തെയും കഠിന ഹൃദയത്തെയും കുറ്റപ്പെടുത്തുകയാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവയെക്കുറിച്ചുള്ള ബോധ്യവുമാണ് വിശ്വാസം. ക്രൈസ്റ്റ് ഹാസ് ഡൈഡ്, ക്രൈസ്റ്റ് ഈസ് റിസൺ ആൻഡ് ക്രൈസ്റ്റ് വിൽ കം അഗെയിൻ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തു, യേശു ക്രിസ്തു വീണ്ടും എഴുന്നള്ളി വരും. ഇതായിരുന്നു അവരുടെ വിശ്വാസം. ആ വിശ്വാസം യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്നുള്ള നിരാശാ മനോഭാവത്തിൽ കഴിഞ്ഞ ശിഷ്യന്മാരെ ഉദ്ധിതനായ യേശുവിനെ കണ്ട മറിയം മഗ്ദലേനായും യേശു അനുഭവം ഏറ്റുവാങ്ങിയ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരും എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാതിരുന്നത് കൊണ്ടും അവരുടെ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച്
കല്ലുകൊണ്ടുള്ള ഹൃദയത്തെ എന്നിൽ നിന്ന് എടുത്ത് കനിവുള്ള മാംസളമായ ഹൃദയത്തെ തരണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചുവെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഹൃദയം കഠിനമാക്കിയിരുന്നതിനെക്കുറിച്ച് അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് അവിടുന്ന് കുറ്റപ്പെടുത്തുന്നത്. വിശ്വാസരാഹിത്യം, വിശ്വാസമില്ലായ്മയെക്കുറിച്ച്, അവരുടെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നതിനെക്കുറിച്ച് യേശു അവരെ കുറ്റപ്പെടുത്തുന്നു. എങ്കിലും അവരെ എഴുതി തള്ളുന്നില്ല. അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ടാണ് വലിയ പ്രേക്ഷിത ദൗത്യം അവരെ അവിടുന്ന് പരമേൽപ്പിക്കുന്നത്. ശിഷ്യന്മാരുടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ മാനവികത, അതിൻ്റെ സാർവത്രിക മാനം ഇവിടെ വളരെ വ്യക്തമായിട്ട് അവിടുന്ന് അരുളി ചെയ്യുകയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുക. പ്രസംഗിക്കേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. അവരുടെ പ്രസംഗ വിഷയം യേശുവിൻ്റെ പുനരുത്ഥാനമാണ്. അതാണ് അതിൻ്റെ മർമ്മമായിട്ടുള്ള കാര്യം. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാതെ യേശുവിനെ പ്രസംഗിക്കുവാനാവില്ല. അതുകൊണ്ടാണ് മറിയം മഗ്ദലേനായോട് പറഞ്ഞു വിട്ടത്, ഞാൻ ഖബറിൽ നിന്നും മഹത്വത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റുവെന്ന് നീ ചെന്ന് ശിഷ്യന്മാരെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഈ ഉദ്ധിതനായ യേശുക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. യേശു നിത്യജീവൻ്റെ സുവിശേഷമാണ് നൽകിയിരിക്കുന്നത്. തൻ്റെ പുനരുത്ഥാനത്തോടുകൂടി മനുഷ്യർക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് ഈ ലോകത്തോടുകൂടി അവസാനിക്കുന്ന ഒന്നല്ല നമ്മുടെ ജീവിതമെന്നും നിത്യമായി നിരന്തരമായി ദൈവത്തോടുകൂടി വസിക്കുവാനുള്ള ഒന്നാണെന്നും ഉള്ള ബോധ്യം നൽകുകയാണ്. അപ്പോൾ നമ്മുടെ പ്രസംഗം, നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത് ഈ യേശുവിനെ കൊടുക്കുക, അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ആ ഒരു പ്രത്യാശ ജനങ്ങൾക്ക് നൽകുക, അത് സ്വീകരിക്കുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ അവരെ ഒരുക്കുക. അവരുടെ രക്ഷാമാർഗം എന്താണെന്ന്, വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് യേശു തമ്പുരാൻ പറഞ്ഞുവെങ്കിൽ അവിടുന്ന് കാണിച്ചു തന്ന ശൂന്യവൽക്കരണത്തിൻ്റെ വഴി, അവിടുന്ന് കാണിച്ചു തന്ന സത്യവും സനാതന മൂല്യങ്ങളും ജീവനുണ്ടാകുവാൻ, സമർത്ഥമായി ഉണ്ടാകുവാൻ സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ച് നമ്മെ വീണ്ടെടുക്കുകയും നമുക്ക് പ്രത്യാശ നൽകി പുനരുത്ഥാനത്തിൻ്റെ ആ മഹാസന്തോഷത്തിലേക്ക്, പെസഹ രഹസ്യങ്ങളിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്യുന്ന യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്ത് അവിടുത്തേക്ക് സാക്ഷികളായി ജീവിക്കുക. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പോൾ അവൻ രക്ഷ പ്രാപിക്കുന്നതിന് എന്ത് വേണം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുക്രിസ്തു ദൈവമാണെന്നും അവിടുന്ന് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന് സകല ജനത്തെയും രക്ഷിക്കുവാനാണ് കടന്നു വന്നത് എന്നും വിശ്വസിച്ച് തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആ ഒരു പ്രത്യാശയുടെ സന്തോഷം, സമാധാനം ലോകത്തിന് അനുഭവിക്കുവാൻ അവരെ ഒരുക്കി കഴിയുമ്പോൾ അവർ സ്നാനം സ്വീകരിക്കുവാൻ മുൻപോട്ട് വരും. ആ സ്നാനത്തിലൂടെ അവർ രക്ഷ പ്രാപിക്കും. വിശ്വാസത്തിൻ്റെ പ്രകടനമാണല്ലോ സ്നാനം. യേശു തമ്പുരാൻ യോർദാൻ നദിയിൽ വെച്ച് സ്നാപകയോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുമ്പോൾ സ്നാപകയോഹന്നാൻ പറയുകയാണ്, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നല്ലോ, ഇപ്പോൾ അത് നിറവേറ്റുക എന്ന് പറഞ്ഞ് സ്നാപകയോഹന്നാനിൽ നിന്ന് യേശു പാപമില്ലാത്തവൻ, പാപികളായ നമ്മെ രക്ഷിക്കുവാൻ കടന്നു വന്നവൻ, സ്നാനം സ്വീകരിച്ചുകൊണ്ട് സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നരുളി ചെയ്യുന്ന ആ ശബ്ദം കേൾക്കുവാൻ ഇടയായത് ആ സ്നാന സമയത്താണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രകടനം
നാം സ്വീകരിക്കുന്നത് സ്നാനത്തിലൂടെയാണ്. വിശ്വസിക്കുന്നവൻ്റെ അനുസരണത്തിൻ്റെ അടയാളമാണ് അവൻ സ്വീകരിക്കുന്ന സ്നാനം. അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിനോട് യോജിച്ച് നിൽക്കുവാൻ, അടുത്ത് നിൽക്കുവാൻ ആവാത്ത വിധത്തിൽ എന്തെങ്കിലും കുറവ് എന്നിലുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിച്ചുകൊണ്ട് നിറവുള്ളവൻ്റെ കൃപ പ്രാപിക്കുക എന്നുള്ളതാണ് സ്നാനം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ. അതുവഴിയായി വിശ്വസിക്കുന്നവൻ അതിസ്വാഭാവികമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് പ്രാപ്തനാകും. ദൈവത്തോടുകൂടി ആയിരിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹമാണത്. അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്നത്തെ സുവിശേഷത്തിൽ എടുത്തു പറയുന്നുണ്ട്. പ്രഘോഷണത്തിൻ്റെ ആധികാരികതയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും. ഇൻ ദ നെയിം ഓഫ് ഗോഡ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നമ്മളൊക്കെ വിനീത ഉപകരണങ്ങളാണ്. സ്നാനം സ്വീകരിച്ച ആത്മാവിൻ്റെ നിറവിലൂടെ അവിടുത്തെ കൃപയിൽ വളർന്നു വന്നുകൊണ്ട് ആ കൃപയിൽ മറ്റുള്ളവരെ വളർത്തുവാൻ തടസ്സമായി നിൽക്കുന്ന പൈശാചിക ശക്തിയുടെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഈ സുവിശേഷ പ്രഘോഷകരായി യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സന്തോഷം യേശുക്രിസ്തുവിനെ നൽകുവാൻ, സകലരുടെയും രക്ഷ നേടിയെടുക്കുവാൻ പരിശ്രമിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം പൈശാചികമായ ശക്തിയെ ആട്ടിപ്പായിക്കുവാൻ അവർക്ക് കഴിയും. രോഗികളെ സൗഖ്യപ്പെടുത്തും. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. കുരുടന് കാഴ്ച കൊടുക്കുന്നു. അപ്പോൾ അത് പത്രോസോ പൗലോസോ മറ്റു ശിഷ്യന്മാരോ അല്ല, അത് യേശുവിൻ്റെ നാമത്തിലാണ് പിശാചുക്കളെ പുറത്താക്കുവാൻ കഴിയുന്നത്. യേശുവിൻ്റെ സൗഖ്യദായകമായ അനുഭവം ജനങ്ങൾക്ക് സംലഭ്യമാക്കി കൊടുക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുമ്പോഴാണ്, മറ്റൊരു ക്രിസ്തുവായി നാം മാറുമ്പോഴാണ്. ഭാഷാവരത്തോടെ സംസാരിക്കും. പെന്തക്കോസ്തേ അനുഭവത്തിന് ശേഷം പരിശുദ്ധാത്മ നൽവരം പ്രാപിച്ചുകൊണ്ട് ശിഷ്യന്മാർ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി. ഓരോരുത്തർക്കും അവരവരുടേതായ ഭാഷയിൽ ശിഷ്യന്മാർ പ്രസംഗിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതാണ് ഭാഷാപരം എന്ന് പറയുന്നത്. തമ്പുരാൻ എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് ഓരോ സ്ഥലത്തെയും ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ ഭാഷയിൽ അവർക്കത് എത്തിച്ചു കൊടുക്കുവാൻ കഴിയുക. അവിടെ തമ്പുരാനാണ് പ്രവർത്തിക്കുന്നത്, നാമല്ല. നമുക്ക് ഭാഷയ്ക്ക് എല്ലാ ഭാഷകളും എല്ലാവരും അറിയണമെന്നില്ല. എന്നാൽ ശിഷ്യന്മാർ പ്രസംഗിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, വിവിധ ഭാഷ സംസാരിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചു എന്ന് പറയുന്നത് ദൈവികമായ കൃപയാൽ നിറയപ്പെടുമ്പോഴാണ്. ആ കൃപ പകർന്നു കൊടുക്കുകയാണ് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒന്ന്. പാമ്പുകളിൽ നിന്നുള്ള സംരക്ഷണം. അപകടകരമായ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ ശിഷ്യന്മാർക്ക് ദൈവിക സംരക്ഷണം ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനമാണ് ഈശോ നൽകുന്നത്. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അവയൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവം നൽകും. അത്ഭുത പ്രവർത്തനങ്ങൾ സുവിശേഷത്തിൻ്റെ ശക്തി വ്യക്തമാക്കുവാൻ ഉപകരിക്കുന്നു. യേശുവിൻ്റെ കർമ്മങ്ങളാണ് ശിഷ്യന്മാർ നിർവഹിക്കേണ്ടത്, അവിടുത്തെ പ്രതിനിധികൾ നിർവഹിക്കേണ്ടത്, അല്ലാതെ തങ്ങളുടെ മഹത്വമോ സ്ഥാനമോ ഒന്നുമല്ല. യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക, ഗീവ് ഗ്ലോറി ടു ഗോഡ്, അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ശിഷ്യന്മാരുടെ ഭാഷാപരത്തെക്കുറിച്ച് സുവിശേഷത്തിലുള്ള ഏക പരാമർശം ഇതാണ്. ഇവിടെയാണ് നാം കാണുന്നത് അറിയാത്ത ഭാഷയല്ല, ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷ. അത് മനസ്സിലാക്കി കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് അതിനുള്ള അനുഗ്രഹം നൽകും എന്നുള്ളതാണ് അവിടെ നാം മനസ്സിലാക്കേണ്ടത്. സഭയുടെ ആരംഭകാലത്ത്
അത്ഭുത പ്രവർത്തികൾക്ക് ആവശ്യമായിരുന്നു. പുതുതായി കിളിർത്ത വിശ്വാസത്തെ വളരുവാൻ അത്ഭുതങ്ങളുടെ പിന്തുണ അവർക്ക് ആവശ്യമായിരുന്നു. പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മബലം അവർക്ക് ആവശ്യമായിരുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവ് ദൈവം അവർക്ക് നൽകുകയായിരുന്നു. വിശുദ്ധിയുടെ അടയാളമെങ്കിലും ആന്തരിക വിശുദ്ധി എപ്പോഴും അത്ഭുത പ്രവർത്തന സിദ്ധി നൽകണമെന്നില്ല. എല്ലാ പ്രഘോഷണങ്ങളിലും അത്ഭുതം നടക്കണമെന്നില്ല. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് എല്ലാ കൺവെൻഷനിലും അത്ഭുതം നടക്കണം എന്നുള്ള നിർബന്ധം പിടിക്കുവാൻ പാടില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നിർവഹിച്ചു കൊള്ളും. നമ്മെ ഏൽപ്പിച്ച ദൗത്യം അവിടുത്തെ പ്രതിനിധി എന്നുള്ള നിലയിൽ നാം പ്രവർത്തിക്കുമ്പോൾ അത് അവർക്ക് സംരഭ്യമാകുമെന്ന് മഹാനായ ഗ്രിഗറി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഭ ആദ്യകാലത്ത് ചെയ്ത കാര്യങ്ങൾ ആത്മീയമായി ഇന്നും തുടരുകയാണ്. വൈദികർ ശക്തമായ ഉത്ബോധനങ്ങളിലുള്ള മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് തിന്മയെ നീക്കം ചെയ്യുമ്പോൾ അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കുന്ന പ്രവൃത്തികളല്ലേ ചെയ്യുന്നത് എന്ന് മഹാനായ ഗ്രിഗറി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യം വളരെ ഫലപ്രദമായ രീതിയിൽ നിർവഹിച്ച ഒരു വ്യക്തിയാണ് ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. സ്പെയിനിലെ നവോറ പട്ടണത്തിൽ 1506 ഏപ്രിൽ മാസം 7-ാം തീയതി ജുവാൻ ഗിസോ ഡോണ മരിയ ദമ്പതികളുടെ മകനായി ജനിച്ച് പ്രഭു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്ന അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നിർവഹിച്ച് 17-ാമത്തെ വയസ്സിൽ പാരീസ് സർവകലാശാലയിൽ ഉപരിപഠനത്തിനായി പോവുകയും അവിടെ ഉപരിപഠനം പൂർത്തിയാക്കി ഒരു അധ്യാപകനായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തത്വശാസ്ത്രത്തിൻ്റെ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുമ്പോൾ ഇഗ്നേഷ്യസ് ലയോള, ഈശോ സഭയുടെ സ്ഥാപകൻ, അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട്, ഫ്രാൻസിസ്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? ഈ ചോദ്യം അനേകരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പര്യാപ്തമായ ഒന്നായിരുന്നു. ഏതാനും മാസക്കാലം ഇതിനെക്കുറിച്ച് ആഴമായി ചിന്തിച്ച ഫ്രാൻസിസ് ഇഗ്നേഷ്യസ് ലയോളയെ ഒന്ന് കണ്ടിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അങ്ങയുടെ വഴി എന്നെയും പഠിപ്പിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം ഫ്രാൻസിസ് സേവറിനോട് പറയുകയാണ്, നിൻ്റെ ജോലി നീ ഉപേക്ഷിക്കുക. ഒരു പ്രൊഫസർ എന്നുള്ള നിലയിൽ നല്ല അംഗീകാരവും സ്ഥാനവും സമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദൈവമഹത്വത്തിനായി, ദൈവത്തിൻ്റെ അതിമഹത്വത്തിനായി നീ ആ ജോലി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കാതെ ഫ്രാൻസിസ് സേവിയർ തൻ്റെ ജോലി രാജിവെക്കുകയാണ്. അങ്ങനെ ഇഗ്നേഷ്യസ് ലയോളയോടൊപ്പം 7 സ്ഥാപകരിൽ ഒരാളായി മാറുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. 1534 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഈശോ സഭ നിലവിൽ വരുന്നു. തുടർന്ന് 1935 മുതൽ 37 വരെ അദ്ദേഹം വെനീസിൽ ദൈവശാസ്ത്രം പഠിക്കുന്നു. 1537 ജൂൺ മാസം 24-ാം തീയതി ഒരു പുരോഹിതനായി അഭിഷിക്തനാകുന്നു. പുരോഹിതനായ അവിടുന്ന് 2 വർഷം ബൊളോഞ്ഞയിൽ ആതുര ശുശ്രൂഷയും സാധുജന സേവനവുമൊക്കെ നിർവഹിച്ചുകൊണ്ട് ജീവിച്ചു. തുടർന്ന് പോർട്ടുഗൽ രാജാവ് ജോൺ 3 അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയക്കുവാൻ നിർദ്ദേശിക്കുകയും മിഷണറി അയക്കുവാൻ
ഇഗ്നേഷ്യസ് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധ പിതാവ് പോൾ മൂന്നാമൻ മാർപ്പാപ്പയുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അംബാസഡറായി ഫ്രാൻസിസിനെ മാർപ്പാപ്പ നിയമിക്കുകയാണ്. റോമിൽ നിന്ന് ലിസ്ബണിൽ നിന്ന് കപ്പലിൽ യാത്ര തിരിക്കുന്ന അദ്ദേഹം 1541 യാത്ര തിരിക്കുന്ന അദ്ദേഹം 42 ഗോവയിൽ വന്ന് എത്തുന്നത്. അന്നത്തെ യാത്ര വളരെ ദുസ്സഹമായ ഒരു യാത്രയാണ്. കപ്പലിനെ ആശ്രയിച്ചാണ്, കപ്പൽ കാറ്റിൻ്റെ ഗതിക്ക് അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് 1 വർഷത്തിനകം ഒരു കാലം അദ്ദേഹം യാത്ര ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഗോവയിൽ എത്തിച്ചേരുന്നത്. ഗോവ നിവാസികളുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായ മാറ്റം വരുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തുടർന്ന് തൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം കന്യാകുമാരി ജില്ലയിലേക്ക് മാറ്റുകയാണ്. കടലോര പ്രദേശങ്ങളുടെ യാത്ര ചെയ്യാൻ എളുപ്പമായിരുന്ന ഒരു സാഹചര്യത്തിൽ കന്യാകുമാരി ജില്ലയിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുന്നു. മുസ്ലിം ആക്രമണത്തിൽ നിന്ന് പോർട്ടുഗീസുകാർ രക്ഷിച്ചവരായിരുന്നു കന്യാകുമാരിയിലെ ക്രിസ്ത്യാനികൾ. അപ്പോൾ മുസ്ലിം ആക്രമണത്തിൽ നിന്നും പോർച്ചുഗീസുകാർ ക്രിസ്ത്യാനികളായ അവർ സംരക്ഷണം കൊടുത്ത ആളുകളെയാണ് കന്യാകുമാരിയിലെ ക്രിസ്ത്യാനികളെന്ന് അന്ന് വിളിക്കപ്പെട്ടിരുന്നത്. വിശ്വാസ പാഠങ്ങൾ പഠിക്കുവാൻ പോർച്ചുഗീസ് ഭാഷയിൽ നിന്നും തദ്ദേശ ഭാഷയിലേക്ക് വിശ്വാസ കാര്യങ്ങളെയൊക്കെ വിവർത്തനം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചു. പകൽ സമയം രോഗികളെയൊക്കെ സന്ദർശിച്ച് അവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. രാത്രിയിൽ ആളുകൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവരെയൊക്കെ ഒന്നിച്ചു കൂട്ടി വചനം വ്യാഖ്യാനിച്ചു നൽകി. കന്യാകുമാരി മുതൽ മാന്നാർ വരെയുള്ള പ്രദേശങ്ങളിൽ തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ട് അത് തിരുവിതാംകൂറിലേക്ക് അത് വ്യാപിപ്പിക്കുകയാണ്. തിരുവിതാംകൂർ രാജാവ് 2000 പണം നൽകി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെയിരിക്കെ മധുര നായ്ക്കരുടെ നേതൃത്വത്തിലുള്ള വടുകപ്പട മാർത്താണ്ഡവർമ്മയെ ആക്രമിക്കുവാനായി വന്നപ്പോൾ കന്യാകുമാരി ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് അരുവാമൊഴി എന്ന ആ സ്ഥലത്ത് ഫ്രാൻസിസ് സേവ്യർ തൻ്റെ കുരിശുയർത്തിക്കൊണ്ട് തദ്ദേശ രാജാവിനോട് യുദ്ധം ചെയ്യാൻ പാടില്ല, മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞപ്പോൾ വടുകപ്പട മടങ്ങിപ്പോയ ഒരു പശ്ചാത്തലവും രാജാവ് ഇത്രത്തോളം ഫ്രാൻസിസ് സേവ്യർ നൽകിയതായ ആ ശുശ്രൂഷയെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വലിയച്ഛൻ എന്ന സ്ഥാനം നൽകുകയും ചെയ്തു. ഫ്രാൻസിസ് തുടർന്ന് ഗോവയിലേക്ക് പോയി. ഗോവയിൽ നിന്നും അദ്ദേഹം മദ്രാസിലേക്ക് വന്ന് മാർത്തോമാ ശ്ലീഹായുടെ കബറിടം സന്ദർശിച്ച് തിരുശേഷിപ്പൊക്കെ വാങ്ങി കൂടുതൽ ചൈതന്യവാനായിട്ട് മലാക്ക, മൊളോക്ക, ജപ്പാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോയി. അവിടെ നിന്നും ചൈനയിലേക്ക് പോകുന്ന അവസരത്തിലാണ് സാഞ്ചിയൻ ദ്വീപിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നത്. അവിടെ ഒരു മലമടക്കിൽ അടക്കം ചെയ്യപ്പെട്ട ശരീരം പിന്നീട് ദൈവമാതാവിൻ്റെ പള്ളിയിലേക്ക്, മലാക്കായിലെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും ഗോവയിൽ കൊണ്ടുവന്ന് ബോം ജീസസ് കത്തീഡ്രലിലാണല്ലോ അത് സൂക്ഷിച്ചിരിക്കുന്നത്. അഴിവുകൂടാതെ ഉള്ള ആ ശരീരം ഇന്നും മാരകമായ എന്ത് സംഭവിച്ചാലും അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തി തൻ്റെ ശിഷ്യന്മാർക്ക് ദൈവം വാഗ്ദാനം ചെയ്തത് ഫ്രാൻസിസ് സേവ്യറിലൂടെ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇന്ന് സമൂഹം ഈ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നത് വിശ്വാസമാണ്. പ്രാർത്ഥന പുസ്തകവും ബൈബിളും കാനോന നിയമവും ഒക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്ന് അങ്ങനെയുള്ള ഒരു മിഷൻ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത്. പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ഒരു വിശുദ്ധ ജീവിതം നയിച്ചു എന്നുള്ളത് നമുക്കറിയാം. നേരിട്ട ക്ലേശങ്ങളിൽ, പ്രയാസങ്ങളിലൊക്കെ ഈശോയോടുള്ള സ്നേഹവും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹവും സഭയോടുള്ള കൂറുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സവിശേഷത. അപ്പോൾ ഈശോയോടുള്ള സ്നേഹം, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം, സഭയോടുള്ള കൂറ്, ഇവയൊക്കെ നിലനിർത്തിക്കൊണ്ട് ജീവിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇന്ന് വിശുദ്ധ കൊച്ചുറേസ്യായോടൊപ്പം തന്നെ സുവിശേഷത്തിൻ്റെ
പ്രചാരകനായി കത്തോലിക്ക സഭ ആദരിക്കുന്നു എന്ന് കാണുമ്പോൾ സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മഹനീയം. അങ്ങനെയുള്ള കൃത്യം നിർവഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലോകത്തെമ്പാടും ഈ സുവിശേഷം, ഉദ്ധിതനായ തമ്പുരാൻ്റെ സാന്നിധ്യം നമുക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് നമ്മെ നയിക്കുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.